കാണിച്ചോടങ്ങോട്ട് എന്റെ മോനെ. ഇതിലാണ് സ്പോട്ട്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം ഇറങ്ങിയിട്ടുണ്ട്. ആനയുണ്ട്, ആനയും കാട്ടുപോത്തൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ആനപ്പുണ്ടോ കിടക്കുന്നത്. കാണിച്ചോടങ്ങോട്ട് എന്റെ മോനെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓണമായിട്ട് രാവിലെ അല്ല ഉച്ചയ്ക്ക് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കല്ലാറിൻ്റെ മറ്റൊരു പാർട്ടാണ്. താവക്കാറിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. വിതിരയിലാണ് സ്പോട്ട്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് അല്പം ദുർഘടമായിരുന്നത് കൊണ്ട് വീഡിയോ എടുത്തില്ല. ഇപ്പോൾ അതേ ഞങ്ങൾ ആറ്റിൻ്റെ നടുക്ക് കൂടിയാണ് നടന്നു പോകുന്നത്. അത്യാവശ്യം നല്ല വ്യൂ ഏരിയയിൽ ആറിനെ കാണാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇഷ്ടംപോലെ ഉരുളം കല്ലുകളാണ് കേട്ടോ. അതിനനുസരിച്ച് ചെറിയ വഴുവഴുപ്പും ഉണ്ട്. പിന്നെ വെള്ളം ആ സൈഡിൽ കൂടെ കൂടുതൽ ഒഴുകുന്നത്, പിന്നെ ഈ സൈഡിൽ കൂടെ കുറച്ച് ഒഴുകുന്നുണ്ട്. എല്ലാവരും ഫ്രണ്ടിൽ എത്തി. ഞാൻ പതിയെ സർക്കിളുണ്ട്. ആവേശം വേണ്ട, പതിയെ പോയാൽ മതി. എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട്. കൈ എൻ്റെ 2 കൈ ഉള്ളൂടാ. ഞാനേ പോണേ എത്തിച്ചാണ്. അപ്പം നമുക്ക് പറ്റിയ സ്പോട്ട് എത്തിയിട്ടുണ്ട്. എന്തുണ്ടാ അതിൻ്റെ പിടിക്കാനാ? ആഹാ, ഇവിടെ മീനുണ്ടെന്ന് ആർക്കറിയാം. ചെരുപ്പം കൊണ്ടോ. ഫ്രണ്ട്സ്, നമ്മളിത് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്തത് കാട്ടിൽ കൂടെയാണ് യാത്ര. ആനയുണ്ട്, ആനയും കാട്ടുപോത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കാട്ടുപോത്തൊന്ന് കിളച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഓക്കെ, നമ്മളിത് അങ്ങ് നടന്നു വന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വെള്ളം അല്പം കൂടുതലാണ്. ഇവിടെ നമുക്ക് കുളിക്കാൻ, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിലോട്ടാണ് പോകുന്നത്. അടുത്ത് ഇനി കരയിലോട്ട് കുറച്ചുകൂടെ നടന്ന് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ആനപ്പുണ്ടോ കിടക്കുന്നത്. പഴയതാണ്, ഈ ഇടയ്ക്കൊന്നും വന്നതല്ല. എന്തായാലും നമുക്ക് പോവാം. ഞങ്ങളിത് വീണ്ടും ആറിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ഉരുളം കല്ലുകളാണ്. ഗൈസ്, ഇത് നമ്മുടെ കല്ലാറിൻ്റെ മറ്റൊരു പാർട്ടാണ് കേട്ടോ. കല്ലാറ് ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ കല്ലാറെന്ന് പേര് പറയും. ഇവിടെ അത് കല്ലാറിൻ്റെ പാർട്ട് തന്നെ. ഇത് തന്നെയാണ് വാമനപുരം ആറായിട്ടും പോകുന്നത്. ഇവിടെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കുളിക്കാനും ഓണപ്പന്ത് കളിക്കാനും കൂടെ വന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ നമുക്ക് മുട്ടിൻ്റെ ആഴം പോലും ഇല്ല. അങ്ങോട്ടാകുമ്പോഴത്തേക്ക് ഏകദേശം ഇടുപ്പിൻ്റെ ആഴമുണ്ട്. അതാകുമ്പോൾ നമുക്ക് വോളിബോളോ ഫുട്ബോളോ തലപ്പന്തോ എന്തുവേണോ ഓണപ്പന്ത് ഉപയോഗിച്ച് കളിക്കാം. അപ്പോൾ ഇത് പൊന്മുടിയുടെ ഭാഗമാണ്. ഏറ്റവും ടോപ്പിൽ കാണുന്ന പൊന്മുടിയാണ്, കല്ലാറിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇറങ്ങി ഇനി എടുത്ത് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ വരുന്നത് ഇവിടെ മണലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും മറ്റൊരു ഗ്യാപ്പുണ്ട്. അതിലേക്കൂടെ കുറേ അകത്തോട്ട് വരുമ്പോഴാണ് ഈ സ്പോട്ടുള്ളത്. വേറെ ഇനി സ്പോട്ടുകളുണ്ട്. പിന്നെ അവിടെയൊക്കെ ആളുകളുണ്ട്. തൊട്ട് മുകളിൽ നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടാണിത്. അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം. 2, 3 മിക്സ് അവിടെ നടന്നിരിക്കുകയാണ്. ഓയ് കൊള്ളാവോ നോക്കടാ. കൊള്ളാ, സിക്സർ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഓണപ്പന്തൽ തുടങ്ങാണ്. ഓക്കെ, കൊടുക്കട്ടാ. പിടിച്ചോ. എന്നെ എറിയരുത്. എടാ ഫ്രണ്ടിലോട്ടാ, ഇങ്ങോട്ട് ഏറാ. പൊന്മുടി മല, അതിന്റെ അടിവാരം. എന്നെ എറിയരുത്. അത് കിട്ടിയോളൂ. അടിപൊളി. ഞാൻ അങ്ങോട്ട് പോട്ട്.
അതേ കയറി വെള്ളം. ഒന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് പന്തും കൊണ്ട് പോവുകയാണ്. ഇനി അടുത്തപ്പോൾ റോഡിൽ ചെന്നിട്ട് രാജേ ജില്ല തിരുവനന്തപുരമാടാ. കാട്ടിലൂടെ യാത്ര. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഈ കാട്ടിൽ കൂടെ എങ്ങോട്ടൊക്കെ പോവുകയാണ്, തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര. കാട് വിട്ട് വീട്ടിലേക്ക്. എല്ലാവരും നനഞ്ഞ കോഴിനെ പോലെ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ആനപ്പാറയും തിരിഞ്ഞ് അകത്തോട്ടേക്ക് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ താവക്കയും കഴിഞ്ഞ് കുറേ വരണം കേട്ടോ. താവക്ക കഴിഞ്ഞ് കുറേ വരുമ്പോൾ മണലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഏരിയ വരുന്നത്. തിരിച്ചു വന്നോ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് റോഡിൽ എത്തിയിട്ടുണ്ട്. റോഡിൽ നിന്ന് കുറേ അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഏകദേശം ഫോറസ്റ്റ് ഏരിയ തന്നെ. ഹെൽമെറ്റ് വണ്ടി ഇരിക്കുന്നുണ്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ.